ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. തന്നെ വീട്ടുകാർ ഇത്ര പെട്ടെന്ന് അഞ്ജനയുടെ വലയിൽ കുടുക്കിയതിൻ്റെ വിഷമത്തിൽ തന്നെയായിരുന്നു അജയ്. അജയ്ക്ക് അതൊക്കെ തുറന്നു പറയാൻ തൻ്റെ ഉറ്റ സുഹൃത്തായ വക്കീൽ മാത്രമേ ഉള്ളൂ. വക്കീലിനോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ വക്കീൽ അവനോടായി ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ കടുത്ത തീരുമാനങ്ങൾ എടുക്കണോ എന്ന്. കാരണം ഇതൊക്കെ പിന്നീട് വലിയ പ്രശ്നങ്ങളായി മാറില്ലേ? അല്ലെങ്കിൽ തന്നെ ആരാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു നാടക വിവാഹത്തിനൊക്കെ സമ്മതിച്ച് നിൻ്റെ കൂടെ വീട്ടിലൊക്കെ വന്ന് താമസിക്കാമെന്ന്. ഇത് കേൾക്കുമ്പോൾ മിണ്ടാതെ നിൽക്കുന്ന അജയോട് ഒരിക്കൽ കൂടി ചോദിക്കുന്നുണ്ട്, നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന്. ഉണ്ടെന്ന് തിരിച്ച് അജയും പറയുന്നുണ്ട്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാവുന്നുണ്ട്. വീട്ടിൽ വളരെ തിരക്കിട്ട് കല്യാണ തിരക്കുകളിലാണ്. 7 ദിവസത്തിനുള്ളിൽ കല്യാണം നടക്കുമെന്നും 7ാമത്തെ ദിവസത്തിൽ വിവാഹം നടക്കുമെന്നും അതിനുള്ളിൽ തന്നെ വിവാഹ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കണം, നാളെ തന്നെ സ്വർണ്ണമൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പോകണമെന്നും മുത്തശ്ശി പറയുന്നുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ്. എന്നാൽ അജയ് ആവട്ടെ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടിയ തീരുമാനങ്ങൾ മുന്നോട്ട് നീക്കാനുള്ള തിരക്കിലുമായിരുന്നു. അന്ന് രാത്രി തന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന അജയോട് സംഗീത വന്ന് സംസാരിക്കുന്നൊക്കെയുണ്ട്. സംഗീതയ്ക്ക് തൻ്റെ മകൻ്റെ വിഷമത്തിൽ വളരെയധികം വിഷമം തോന്നുന്നുണ്ടെങ്കിലും സംഗീത വളരെ നിസ്സഹായയാണ്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. മുൻപ് നൽകിയ വാക്ക് അവരെ തിരിച്ചു കൊണ്ടുവന്നതും ഇതേ പേര് പറഞ്ഞൊക്കെ തന്നെയാണല്ലോ. അജയിനെ അവളെ ഇറക്കി വിടില്ലെന്നും വിവാഹം ഉടനെ തന്നെ നടക്കുമെന്നൊക്കെ. അതുകൊണ്ട് തന്നെ സംഗീതയ്ക്ക് എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയാത്തൊരവസ്ഥ. തൻ്റെ മകൻ്റെ സന്തോഷം അത് മാത്രമാണ് സംഗീത മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ ഇതൊന്നും ചെയ്തിട്ടും തൻ്റെ മകന് സന്തോഷം ഒരല്പം പോലും ലഭിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ ഒരമ്മ എത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ടോ അതേ അവസ്ഥയിലൂടെ തന്നെയാണ് സംഗീത പോകുന്നത്. സംഗീതയുടെ വിഷമമൊക്കെ കാണുന്ന അജയ് പറയുന്നുണ്ട്, അമ്മ ഒരു കാരണവശാലും വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, അതിനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെന്ന്. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അജയും ഭൂമിയും കണ്ടുമുട്ടാണ്. അവർ പരസ്പരം സംസാരിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. ഭൂമിയോട് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി തന്നെയാണ് അജയ് സംസാരിക്കുന്നതെല്ലാം. അതേപോലെ തന്നെ ഭൂമിയുടെ മനസ്സിൽ ഉണ്ടല്ലോ അജയുടെ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ അജയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് തൻ്റെ അച്ഛൻ്റെ കേസിലും അമ്മയെ കുടുക്കിയ കേസിലൊക്കെ ഉള്ളതെന്ന്. അതുകൊണ്ട് തന്നെ അജയുടെ കാര്യത്തിൽ ചെറിയൊരു സംശയമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ ഭൂമിജ. ഭൂമിജയോട് അജയ് തൻ്റെ ആവശ്യം പറയാനെന്ന രൂപേണ സംസാരിച്ചു തുടങ്ങുകയാണ്. എന്നാൽ അജയ് ആദ്യം അവളോട് ചോദിക്കുന്നത്, നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ലേ താമസം, നീ ഓക്കെ ആണോ? നീ ഒരു ദിവസം അവിടെ ദാസങ്കിളിൻ്റെ കൂടെ ഉണ്ടായി എന്ന് പറഞ്ഞതാണ്, നിനക്ക് അവിടെ തന്നെ നിൽക്കാമായിരുന്നില്ലേ? നിൻ്റെ അമ്മ സ്റ്റേഷനിൽ നിന്നിറങ്ങിയിട്ട് നിനക്ക് ഒരുമിച്ച് അമ്മയ്ക്കൊപ്പം ആ വീട്ടിലേക്ക് താമസം മാറിയാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ഭൂമി പറയുന്നുണ്ട്. എനിക്ക് വേറെ ടെൻഷനൊന്നുമില്ല, പിന്നെ എൻ്റെ അച്ഛനെ എനിക്ക് കൂട്ടുണ്ടല്ലോ, അടുത്ത് തന്നെ മീനാക്ഷി ചേച്ചിയുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അജയുടെ മനസ്സിൽ തൻ്റെ ആവശ്യം എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന ചിന്തയിൽ മാത്രമായിരുന്നു. എങ്ങനെയൊക്കെ സംസാരിച്ചു തുടങ്ങിയാലും അത് തൻ്റെ ആവശ്യം മാത്രമായിട്ട് ഒരിക്കലും അവൾക്ക് തോന്നരുത്. എന്നാൽ ഏത് കാര്യത്തിനെയും അതിൻ്റേതായ സീരിയസ്നെസ്സോടു കൂടി മാത്രം എടുക്കുന്നൊരു സ്ത്രീ, ഒരു പെൺകുട്ടിയാണ് ഭൂമിയെന്നും അജയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭൂമിയോട് ഈ കാര്യം ഓപ്പണായി സംസാരിക്കാൻ അജയ്ക്ക് ധൈര്യം വന്നതും. അജയുടെ നിൽപ്പും ഭാവവും ഒക്കെ കാണുന്ന ഭൂമിജ ചോദിക്കുന്നുണ്ട്, സാറിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. ഭൂമിയോട് അജയ് പറഞ്ഞു തുടങ്ങുകയാണ്, ഇന്നലെ എൻ്റെ വിവാഹ നിശ്ചയമായിരുന്നു എന്ന്. ഭൂമി വളരെ അതിശയത്തോടു കൂടിയാണ് ആ വാർത്ത കേട്ടത്. ആരും പറഞ്ഞില്ലല്ലോ. ഇന്നലെ സാർ ഇവിടെ ലീവായിരുന്നോ? ഞാൻ അറിഞ്ഞതേ ഇല്ല. ഞാൻ ഇന്നലെ സ്റ്റേഷനിലേക്ക് കോഫിയുമായി വന്നതുമില്ല, അതുകൊണ്ടായിരിക്കും അറിയാതെ പോയത്. അത് എന്തോ ആവട്ടെ, പക്ഷേ അങ്ങനെ ഒരു കാര്യം ഇന്നലെ നടന്നു. എനിക്ക് സമ്മതമുണ്ടായിട്ടൊന്നുമല്ല. ഓ, അഞ്ജനയായിരിക്കും അല്ലേ? അല്ലാതെ പിന്നെ ആര്? അതുകൊണ്ടാണല്ലോ എനിക്ക് സമ്മതമില്ലെന്ന് പറഞ്ഞത്.
സാറിൻ്റെ ഫാമിലി മുന്നേ കൂട്ടി തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യമല്ലേ, അതിനെ മറികടക്കാൻ സാറിനെ കൊണ്ടാവുമോ, പ്രത്യേകിച്ച് മുത്തശ്ശിയുടെ വാക്ക് എന്നുകൂടി ഭൂമി പറയുന്നുണ്ട്. അതെ, അത് തന്നെയാണ് എൻ്റെ പ്രശ്നം. എനിക്ക് വേണ്ടി മറ്റൊരാൾ വരുമെന്ന് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല ഭൂമി. ഞാൻ എങ്ങനെയാണ് ഈ ഒരവസ്ഥയെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഞാൻ ആലോചിച്ച് കണ്ടെത്തിയ ഒരു പോംവഴിയാണ്, മറ്റൊരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവിടെ തീരാവുന്ന പ്രശ്നമേ ഇതുള്ളൂ. പക്ഷേ ഭൂമി, ആ പെൺകുട്ടി എന്നെ മനസ്സിലാക്കണം, എൻ്റെ അവസ്ഥയെ മനസ്സിലാക്കണം, എൻ്റെ മാനസിക നില എന്താണെന്ന് കൂടി മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം. അതായത് എൻ്റെ വേവ് ലെങ്ത്തിലൂടെ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടി. എൻ്റെ കാഴ്ചപ്പാടിൽ അത് ഭൂമി മാത്രമാണെന്ന് ഓപ്പണായിട്ട് തന്നെ അജയ് പറയുന്നുണ്ട്. ഭൂമി ചോദിക്കുകയാണ്, സർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് സാർ അത് വ്യക്തമാക്കി പറഞ്ഞു തന്നേ കഴിയൂ. സാറിന് എന്നെ വിവാഹം കഴിക്കണമെന്നാണോ അതോ? ഭൂമി അല്പം സംശയത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്. അജയ് പറയുന്നുണ്ട്, അതെ, അത് തന്നെ. നീ എന്നെ വിവാഹം കഴിക്കണം. എന്നാൽ വിവാഹം കഴിച്ച് നമ്മൾ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുകയാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നാടകം. നിൻ്റെ അമ്മ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് വരെ മാത്രം ഭൂമി, അതിനപ്പുറത്തേക്ക് എനിക്ക് വേണ്ട. കാരണം എനിക്കായി മറ്റൊരാൾ വരും. അതും നിൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം. ഒരിക്കലും നമ്മൾ ഭാര്യയും ഭർത്താവുമല്ല. എനിക്ക് ഈ 7 ദിവസം കൊണ്ട് 7 ദിവസത്തിനിടയിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഒരു പോംവഴി അത് മാത്രമാണ്. അല്ലാതെ എനിക്ക് യാതൊരു വഴിയുമില്ല. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഭൂമി ആവശ്യപ്പെടുന്ന പണം ഞാൻ തന്നിരിക്കും, അത് എത്രയായാലും. അതല്ല, ഭൂമിക്ക് ഭൂമിയുടെ അച്ഛനെ ഇറക്കാനുള്ള സഹായമാണ് എന്നിൽ നിന്നും വേണ്ടതെങ്കിൽ അതും. അതെല്ലെങ്കിലും നടക്കും. കാരണം ഞാനൊരു പോലീസുകാരനാണ്. എൻ്റെ ഭാഗം എനിക്കെപ്പോഴും ക്ലിയറാക്കിയേ പറ്റൂ. എൻ്റെ ഈ ആവശ്യം ഭൂമി നടത്തി തന്നില്ല എന്ന് കരുതി ഞാൻ ഇതിൽ നിന്നും പിന്മാറില്ല. വാതോരാതെ സംസാരിക്കുകയാണ് അജയ്. എന്നാൽ ഭൂമി ആകെ സ്തംഭിച്ചൊരവസ്ഥയിലാണ്. താനൊട്ടും പ്രതീക്ഷിക്കാതെയാണ് ഒരു വിവാഹ നാടകത്തിന് സമ്മതമാണോ എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതും ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ തൻ്റെ മുമ്പിൽ വന്ന് നിന്നിങ്ങനെ ചോദിക്കുന്നത്. ഭൂമിക്ക് മറുപടി ഒന്നും പറയാൻ കഴിയുന്നില്ല. ഭൂമിയോട് അജയ് ചോദിക്കുന്നുണ്ട്, ഭൂമി, എനിക്ക് തന്നോട് പ്രേമമോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള താല്പര്യമോ ഒന്നും ഉണ്ടായിട്ടല്ലേ ഈ ചോദിക്കുന്നത്. താനിങ്ങനെ കിടന്ന് വല്ലാതെ വെട്ടി വിയർക്കുന്നത് കൊണ്ട് പറയുകയാണ്. ഇത് കേൾക്കുന്ന ഭൂമി പറയാണ്, സാറിന് എന്നോട് അങ്ങനെ ഒരു വികാരം കൊണ്ടാണ് സാർ ചോദിച്ചതെങ്കിൽ പോലും എനിക്ക് ഇത്രയ്ക്ക് ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു. കാരണം ഒരാണിന് ഒരു പെണ്ണിനോട് സ്നേഹം തോന്നുന്നതും വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെടുന്നതൊക്കെ സർവ്വസാധാരണം തന്നെയാണ്. പക്ഷേ സാർ എന്നോട് ചോദിച്ചത് ഒരു വിവാഹ നാടകത്തെക്കുറിച്ചാണ്. സാറും ഞാനും തമ്മിൽ ഇഷ്ടത്തിലായിട്ട് വിവാഹം കഴിക്കുന്നവരായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സാറിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ദാസങ്കളുടെയും ഒക്കെ മുഖത്തു നോക്കി എനിക്കത് പറയാനും ആ വീട്ടിൽ വന്ന് ധൈര്യത്തോടു കൂടി താമസിക്കാനൊക്കെ എനിക്ക് കഴിയുമായിരിക്കും. പക്ഷേ ഒരു നാടകം, അത് ഈ ഭൂമിക്ക് വശമില്ല. ഒരാളുടെ മുമ്പിലും ഈ ഭൂമി ഒരു നാടകത്തിന് നിന്നു കൊടുത്തിട്ടുമില്ല. എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. അജയ് ഭൂമിയോടായി വളരെ റിക്വസ്റ്റ് ചെയ്യണ പോലെ സംസാരിക്കുകയാണ്. ഭൂമി എന്നെ കൈയൊഴിയരുത്. ഭൂമിയെപ്പോലെ ഒരു പെൺകുട്ടിയെ എനിക്ക് കിട്ടില്ല. അത് ഭൂമിക്ക് എന്നെ മനസ്സിലാകുമെന്ന് ഓർത്തിട്ട് തന്നെയാണ്. ഭൂമിക്ക് താമസിക്കാനായിട്ട് എല്ലാ സൗകര്യമുള്ളൊരു വീട്, അല്ലെങ്കിൽ ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു ഷെൽട്ടർ, അത്രയൊക്കെ ഭൂമി ഇതുകൊണ്ട് ഉദ്ദേശിച്ചാൽ മതി. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് ആ തറവാട്ടിലുള്ളവർ. അതിൽ 2 പേരെ ഒഴിച്ചാൽ, അതൊന്ന് സാറി വിവാഹം കഴിക്കാൻ പോകുന്ന അഞ്ജനയും 2 അവരുടെ അമ്മയും തന്നെയാണ്. സൗഭാഗ്യപുരം തറവാട്ടിലെ ബാക്കി എല്ലാവരും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരും എപ്പോൾ ഞാൻ ആ വീട്ടിൽ വന്നാലും 2 കൈയും നീട്ടി സ്വീകരിക്കുന്നവരുമാണ്. എനിക്കൊരു മുത്തശ്ശിയുടെ സ്നേഹമൊന്നും ലഭിച്ചിട്ടില്ല സർ. പക്ഷേ ആ മുത്തശ്ശിയുടെ സ്നേഹം കിട്ടിയത് സാറിൻ്റെ മുത്തശ്ശിയിൽ നിന്നും തന്നെയാണ്. എൻ്റെ അച്ഛനെ പോലെ. അത് എങ്ങനെയാണ് സാറിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എപ്പോൾ കണ്ടാലും എൻ്റെ അച്ഛനെ മാത്രമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരാറുള്ളത്.
അങ്ങനെ ഒരു മനുഷ്യനാണ് സത്യദാസ് സാർ. ആ സാറിൻ്റെ കൂടെ ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അറിയാതെ അപ്പുവായി മാറുകയായിരുന്നു. എന്നെയാണോ സാർ ഇങ്ങനെ? ഞാൻ പിന്നീട് എങ്ങനെയാണ് ആ അച്ഛൻ്റെ മുഖത്തൊക്കെ നോക്കുക? ഞാൻ ചതിച്ചു എന്ന് പറയില്ലേ? സാർ എന്നെ ഈ കാര്യത്തിൽ നിർബന്ധിക്കരുതെന്ന് ഭൂമി വളരെ കൂളായിട്ട് തന്നെ പറയുമ്പോൾ അജയ് തീരെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. അജയ് ഭൂമിയോട് പറയുന്നുണ്ട്, ഭൂമി പ്ലീസ്, നീ ഇങ്ങനെ ഒറ്റയടിക്ക് ഇതിൽ നിന്ന് ഒഴിവാവരുത്. നീ വീട്ടിൽ പോയി ആലോചിച്ച് സമാധാനത്തോടു കൂടി നാളെ വന്ന് പറഞ്ഞാൽ മതി. നാളെ വിട്ട് പോവരുത്. കാരണം നീ നാളെ സമ്മതം പറഞ്ഞാൽ നാളേക്ക് നാളെ നീ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് എനിക്ക് സൗഭാഗ്യപുരം തറവാട്ടിലേക്ക് നിന്നെ കൊണ്ടുപോവേണ്ടതാണ്. അജയ് ഒരു തരത്തിലും തന്നെ പിടിവിടുന്നില്ലെന്ന് മനസ്സിലാക്കിയ ഭൂമി അജയോട് വെറുതെ ഇങ്ങനെ പറയുകയാണ്, സാർ എന്തായാലും പറഞ്ഞതല്ലേ, ഞാനൊന്ന് ആലോചിച്ചിട്ട് നാളെ പറയാമെന്ന്. ഭൂമി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വണ്ടി കൊടുത്ത് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഭൂമി വീട്ടിലെത്തിയപ്പോൾ തനിച്ചാണ്. മീനാക്ഷി ചേച്ചി ഷോപ്പിലുമാണ്. തനിക്കിത് ആരോടാണൊന്ന് സംസാരിക്കുക? സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലെന്നൊക്കെ ഭൂമി ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്. എത്രയൊക്കെ ആയാലും നാളെ ചെന്ന് സാറിനോട് പറ്റില്ലെന്ന് മുഖത്ത് നോക്കി തന്നെ പറയണമെന്നൊക്കെ ഭൂമി മനസ്സുകൊണ്ട് ചിന്തിച്ചെടുക്കുകയാണ്. ഇതേ സമയത്താണ് ഭൂമിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, ദാസനും വിജയനുമായിരുന്നു. അവർ ഭൂമിയെ വിളിച്ചിട്ട് മെസ്സേജായിട്ട് അയക്കുന്നുണ്ട്, ഭൂമി ഫ്രീ ആണെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ച് വിളിച്ചേക്കണം, വെരി അർജൻറ്റാണ് എന്ന്. ഈ മെസ്സേജ് കണ്ട ഉടനെ തന്നെ ഭൂമി ദാസൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. ദാസൻ കോള് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, വെറുതെ ചുമ്മാ ഫോണും നോക്കി ഇരിക്കുകയായിരുന്നു അല്ലേ എന്ന്. അല്ല, ഞാനേ മറ്റൊരു കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ദാസ, എന്താ നിങ്ങൾ വിളിക്കാൻ പറഞ്ഞത്? അല്ല വക്കീലെ, നമ്മളെ അന്ന് വക്കീൽ കണ്ടു എന്ന് പറഞ്ഞ ആ ലേഡി ഇല്ലേ, അവരെ കുറിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയായിരുന്നോ? ഞങ്ങൾക്കൊരു സംശയം. എന്ത് സംശയം? ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നപ്പോൾ മനസ്സിൽ തെളിഞ്ഞൊരു കാര്യമാണ്. ഭൂമിയുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു സ്ത്രീ നമ്മുടെ ആ വീടിൻ്റെ ഭാഗത്ത് കിടന്ന് കറങ്ങി നടക്കുന്നത് കണ്ടിരുന്നു. അത് അന്നാരാണെന്നൊന്നും അങ്ങനെ മനസ്സുകൊണ്ട് നമ്മളാരും ചിന്തിച്ചെടുത്തിരുന്നില്ല. എന്നാൽ ഭൂമി പറഞ്ഞില്ലേ, അന്ന് ഞങ്ങൾ പോയ ആ ബിൽഡിങ്ങിൽ കണ്ടത് ഒരു സ്ത്രീയെ തന്നെയാണെന്ന്. എന്നാൽ ഭൂമി കണ്ട സ്ത്രീയെ ഞങ്ങളൊട്ട് കണ്ടതുമില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടു കൂട്ടരും കണ്ടത് ഒരാളെ തന്നെയാണോ എന്ന് മനസ്സിലാക്കാനും കഴിയുന്നില്ല. ഇതിപ്പോൾ ആലോചിച്ചിട്ടേ ഒരു പിടിയും കിട്ടുന്നില്ല. എന്നാൽ ഞങ്ങൾ കണ്ട ആളെ, അതായത് നിൻ്റെ വീടിൻ്റെ അടുത്ത് ഭൂമിയുടെ വീടിൻ്റെ ആ ഭാഗത്ത് വെച്ച് കണ്ട സ്ത്രീയുടെ പോലെ ഒരു സ്ത്രീയെ ഇന്ന് സിറ്റിയിൽ വെച്ച് ഞങ്ങൾ കാണാനിടയായി. അത് വേറെ ആരുമല്ലായിരുന്നു, അജയ് സാറിൻ്റെ അമ്മയുടെയും മുത്തശ്ശിയുടെയും ഒക്കെയാണ് ഒപ്പമാണ് കണ്ടത്. ആ സ്ത്രീ ആയിരിക്കും ഒരു പക്ഷേ ഭൂമിയുടെ അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ എന്ന് ദാസൻ പറഞ്ഞതും ഭൂമി ഇരുന്നിടത്ത് നിന്നും ഒന്ന് ചാടി എഴുന്നേൽക്കാണ്. ഭൂമി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നാനുണ്ടായ കാരണം പറഞ്ഞല്ലോ. അന്ന് ഭൂമിയുടെ വീടിൻ്റെ ആ ഭാഗത്ത് വെച്ച് ഞങ്ങൾ 1-2 വട്ടം ആ സ്ത്രീയെ കണ്ടിട്ടുണ്ടെന്ന്. അതുകൂടാതെ തന്നെ മറ്റൊരാളെയും കണ്ടിട്ടുണ്ട്. അയാളെ പിന്നീട് ഞങ്ങളാരും കണ്ടിട്ടില്ല. എന്നാൽ ഈ സ്ത്രീയെ വീണ്ടും കണ്ടപ്പോഴാണ് ഒരു സംശയം തോന്നിയത്. ഭൂമിയും പറഞ്ഞിരുന്നല്ലോ, അജയ് സാറുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആരോ ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന്. എല്ലാം കൂടിയും കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ ഒന്ന് കണക്റ്റായി കിടക്കുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് കൂടി ഭൂമിയോട് ദാസ് പറയുകയാണ്. ഭൂമിക്കാകെ വട്ടുപിടിക്കുന്ന ഒരവസ്ഥയായി. കാരണം ഒന്നാമത്തേത് അജയ് തന്നോട് ആവശ്യപ്പെട്ട കാര്യം, രണ്ടാമത്തേത് ദാസനും വിജയനും ഇപ്പോൾ വിളിച്ച് പറഞ്ഞ ഇൻഫർമേഷൻ. രണ്ടും കൂടി ആലോചിച്ചിട്ട് ഭൂമിക്ക് ആകെ വട്ടുപിടിക്കുന്ന ഒരവസ്ഥയായി. ഭൂമി അകത്ത് ചെന്ന് അച്ഛൻ്റെ ഡയറിയൊക്കെ എടുത്ത് നോക്കുകയാണ്. എവിടെയെങ്കിലും അച്ഛൻ തനിക്കായിട്ട് ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന്. എന്നാൽ ഭൂമിയുടെ സംശയം വെറുതെ ആയിരുന്നില്ല. അച്ഛൻ്റെ ഡയറിയിൽ നിന്നും എന്തോ ഒന്ന് സൗഭാഗ്യപുരം തറവാടിനെ കുറിച്ചിട്ട് അച്ഛൻ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് അച്ഛന്
കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അച്ഛൻ അത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിട്ട് പോയിട്ടുണ്ടാവാം. അതിലെഴുതിയിരിക്കുന്ന ആകെ 2 വാചകം ഇതായിരുന്നു: സൗഭാഗ്യപുരം തറവാടിനെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. എനിക്ക് പുതിയൊരു ജീവിതം തന്നവരും അതോടൊപ്പം മുന്നോട്ടുള്ള ജീവിതത്തിനെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ളവരും എന്ന് മാത്രമായിരുന്നു. അതിനിടയിലായി അച്ഛൻ എന്തോ കുറിക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന പോലെ. എന്നാൽ അത് മുഴുവിപ്പിച്ചിട്ടില്ല താനും. എല്ലാം കൂടി ആയപ്പോൾ ഭൂമിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. ഇതേ സമയത്താണ് മീനാക്ഷി ചേച്ചി വീട്ടിലേക്ക് കടന്നു വരുന്നത്. അജയ് സംസാരിച്ചതും ദാസൻ സംസാരിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ മീനാക്ഷി ചേച്ചിയോട് അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ഭൂമി വിശദീകരിക്കുകയാണ്. മീനാക്ഷി ചേച്ചി കേട്ട പാടെ തന്നെ മുടക്കാണ് പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് പേടിയാണ് തോന്നിയത്. അങ്ങനെ ഒരു വിവാഹം കഴിച്ച് ആ വീട്ടിലേക്ക് എത്തിയാൽ എന്തായാലും എല്ലാവരും വെറുക്കപ്പെട്ടവളായിട്ട് തന്നെയായിരിക്കും ഭൂമി അവിടെ കഴിയേണ്ടി വരിക. രണ്ടാമത്തെ കാര്യം, അച്ഛനെ കൊന്നവർ ആ തറവാട്ടിലുണ്ടെങ്കിൽ അവരുടെ കയ്യിലേക്ക് എത്തിപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ വലവിരിച്ചിരിക്കുന്ന പിടിക്കാൻ വലവിരിച്ചിരിക്കുന്നവർക്ക് വലയിൽ വീണ് കിട്ടിയ ഒരവസ്ഥ. എല്ലാം കൂടി ആലോചിച്ചപ്പോൾ മീനാക്ഷി ചേച്ചി അത് മുടക്കം പറയാൻ തുടങ്ങി. ഇത് കേൾക്കുന്ന ഭൂമി പറയുകയാണ്, എനിക്കൊരു പക്ഷേ ദൈവം തന്നൊരു അവസരമാണെങ്കിലോ അത് എൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്താനായിട്ട്. അല്ലായിരുന്നുവെങ്കിൽ എന്നെ തന്നെ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യത്തിന് സെലക്ട് ചെയ്തതെന്നൊക്കെ ഭൂമി ചോദിക്കുകയാണ് മീനാക്ഷി ചേച്ചിയോട്. മീനാക്ഷി പറയുന്നുണ്ട്, നീ എന്താണിപ്പോൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ അജയ് സാറിനോട് അവിടെ നിന്നും ഒഴിവായി പോരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. എനിക്കൊന്ന് ആലോചിക്കണം, ഞാൻ വീട്ടിൽ പോയി ആലോചിച്ചിട്ട് പറയാമെന്നൊക്കെ. എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ എന്നെക്കൊണ്ട് ദൈവം പറയിപ്പിച്ചതായിരിക്കുമെന്ന്. അച്ഛൻ എന്തുകൊണ്ടായിരിക്കും ഇന്നേ വരെ ആ തറവാടിനെ കുറിച്ചിട്ടും ആ തറവാട്ടിലെ വീട്ടുകാരെ കുറിച്ചിട്ടും എന്നോടും അമ്മയോടൊക്കെ ഒന്നും പറയാതെ ഇരുന്നിട്ടുണ്ടാവുക? ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് മീനാക്ഷി ചേച്ചി, അച്ഛൻ അന്ന് ഞാൻ സൗഭാഗ്യപുരം തറവാട്ടിലെ മുത്തശ്ശിയുമായിട്ട് അടുപ്പത്തിലായെന്നും അവിടേക്ക് എന്നെ വിരുന്നിനായി ക്ഷണിച്ചു എന്നും പറഞ്ഞ ആ നിമിഷം അച്ഛൻ ഒരു ഞെട്ടിയതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓരോ സമയം എങ്ങനെയാണ് ശത്രുക്കളും മിത്രങ്ങളുമായി മാറുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ്റെ ഡയറിയിലെ വാക്കുകൾ അങ്ങനെയായിരുന്നു. എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തവരാണ്. എനിക്കൊരു പുതിയ ജീവൻ തന്നവരാണ്. അതോടൊപ്പം എൻ്റെ മരണം വരെയും ഞാൻ അവരെ ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരുമെന്ന്. അതെന്തുകൊണ്ടായിരിക്കും ചേച്ചി? ഞാനിത് ആരോടാണ് ചെന്ന് ചോദിക്കേണ്ടത്? അവിടെ നിന്നും ആരും എന്നോട് സത്യം പറയില്ല. ആ സത്യം ഞാൻ കണ്ടെത്തുക തന്നെ വേണ്ടി വരും. അതിന് ഒരുപക്ഷെ ദൈവമായിട്ട് എനിക്ക് തെളിച്ചു വന്ന വഴിയാവില്ലേ ഈ അജയ് സാറിൻ്റെ ഭാര്യ എന്ന ഈ കള്ളക്കല്യാണം? അതേ മീനാക്ഷി ചേച്ചി, അങ്ങനെയൊന്ന് നടക്കാൻ എൻ്റെ ജീവിതത്തിൽ ഇനിയും വിധിയുണ്ടെന്നുണ്ടെങ്കിൽ അത് നടക്കുന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെ തന്നെ നടക്കട്ടെ മോളെ. ഇത് അമ്മ അറിയുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ, അമ്മ വരുമ്പോഴേക്കും ഞാനിങ്ങ് തിരിച്ചു വരുമല്ലോ. അമ്മയോട് നമുക്കൊരു തമാശ രൂപേണേ പറയാം. എൻ്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ആളൊന്നുമല്ലല്ലോ എൻ്റെ അമ്മ. ചേച്ചി എനിക്കെല്ലാ സപ്പോർട്ടുമായിട്ട് എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. ഭൂമിയുടെ ഫോണിലേക്ക് അജയുടെ സുഹൃത്തായ ആൽഫട്ടിൻ്റെ കോൾ വരുന്നത്. ഭൂമി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഭൂമിയോടായി അദ്ദേഹം ചോദിക്കുകയാണ്, എന്തായി കാര്യങ്ങളൊക്കെ? ഓ, സാറിനോട് സമ്മതം ചോദിച്ചിട്ടായിരുന്നു അല്ലേ എന്നോട് ഇതൊക്കെ ആവശ്യപ്പെട്ടത്? സമ്മതമൊന്നും എന്നോട് ചോദിക്കാൻ നിന്നില്ല. എന്നോട് ഇങ്ങനെ ഒരു കാര്യം അവൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞു. എനിക്കെതിർക്കാൻ കഴിയില്ല. കാരണം അവൻ്റെ തീരുമാനങ്ങൾക്ക് എന്നും സപ്പോർട്ടായിട്ട് നിന്ന ചരിത്രം മാത്രമേ ഞങ്ങൾക്കിടയിലുള്ളൂ. ഞാൻ ചോദിച്ചിരുന്നു ഭൂമി സമ്മതിക്കുമോ ഇല്ലയോ എന്ന്. അതിനപ്പുറത്തേക്ക് ഞാനും അവനോടൊന്നും ചോദിക്കുകയും പറയുകയും ചെയ്തില്ല. ഭൂമിയുടെ സമ്മതം കിട്ടിയിട്ട് എന്നോട് അവൻ പറയാമെന്ന് മാത്രമാണ് പറഞ്ഞത്. ഭൂമി വെറുതെ ഒരു അഭിപ്രായം എന്ന രീതിയിൽ ചോദിക്കുകയാണ്, എന്താണ് സാറിന് തോന്നുന്നത്? ഞാൻ ഇതിന് സമ്മതിക്കണമെന്ന് തന്നെയാണോ? ഭൂമിയുടെ തീരുമാനം എന്താണോ അത് തന്നെ, അല്ലാതെ ഞാൻ ഒന്നും പറയില്ല. പിന്നെ ഭൂമി അവനോട് പറഞ്ഞതൊക്കെ അവൻ എന്നോട് പറഞ്ഞു.
മറ്റുള്ളവരുടെ വെറുപ്പ്, അതൊക്കെ ഭൂമി സഹിക്കേണ്ടി വരും. പിന്നെ ഭൂമി ചോദിക്കും, മറ്റുള്ളവരെയൊക്കെ വെറുപ്പിച്ചിട്ട് എനിക്ക് എന്താണ് ഇതിൽ നിന്നും നേട്ടമെന്ന്. അങ്ങനെ ചോദിച്ചാലും എനിക്കറിയില്ല. ഭൂമിക്ക് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഭൂമി ആവശ്യപ്പെടുന്ന പണം അവൻ തരും. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയൂ എന്ന് ആൽഫർട്ട് പറയുന്നുണ്ട്. ഭൂമി അദ്ദേഹത്തോടായി പറയാണ്, ഞാനൊരു കാര്യം മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെ വെച്ചിരിക്കുകയാണ്. അതെന്തായാലും അജയ് സാറിനോട് തന്നെ ആദ്യം പറയാം. അജയ് സാറ് തന്നെ വിളിച്ച് കൂട്ടുകാരനോട് പറഞ്ഞോളും. ഇപ്പോൾ തൽക്കാലം ഞാൻ കോൾ കട്ട് ചെയ്യാണ് സർ. നാളെ ഇനി ഞാൻ അജയ് സാറിനെ കാണൂ. നാളെ തന്നെ അജയ് സാറുമൊത്ത് തറവാട്ടിലേക്ക് പോകേണ്ടി വരുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താകും അവസ്ഥ എന്നൊന്നും എനിക്കറിയത്തില്ല. ഭൂമി അറിയാതെയായിരുന്നു ഭൂമിയുടെ നാവിൽ നിന്നും ആ വാക്കുകൾ വീണത്. ഇത് കേൾക്കുന്ന ആൽഫർട്ട് ചോദിക്കുകയാണ്, ഓ, സമ്മതമാണെന്ന് പറയാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ സാർ, അങ്ങനെ തന്നെയാണ് തീരുമാനം. അദ്ദേഹം എന്നോട് ആദ്യമായി ആവശ്യപ്പെട്ട ഒരു കാര്യമല്ലേ, സാറിന് നടത്തി കൊടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. എന്തായാലും കൂട്ടുകാരനെ വിളിച്ച് ഇപ്പോൾ പറയണ്ട കേട്ടോ. നാളെ രാവിലെ ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞോളാം. എന്നോട് പറഞ്ഞത് സമ്മതമാണെങ്കിൽ നാളെ തന്നെ വിവാഹം, കൂട്ടിക്കൊണ്ടുപോക്ക് എല്ലാം ഒരുമിച്ചാണെന്നാ. അപ്പോൾ അങ്ങനെ ഒരുങ്ങി മുന്നിലേക്ക് ചെല്ലാമെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സാറ് ഇപ്പോൾ തൽക്കാലം നമ്മൾ തമ്മിൽ വിളിച്ചതോ സംസാരിച്ചതുമായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാൻ നിൽക്കണ്ടെന്ന് ആൽഫർട്ടിന് നിർദ്ദേശം കൊടുക്കുകയാണ് ഭൂമി. ആൽഫർട്ടും അത് സമ്മതിച്ചു. എന്നാൽ ആൽഫർട്ടിന് ഒരു സംശയം ബാക്കിയായി. അദ്ദേഹം ഭൂമിയോടായി ചോദിക്കുകയാണ്, ഭൂമിയോട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? സത്യം പറയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എൻ്റെ ചോദ്യമാണ്. ഭൂമി എന്തുദ്ദേശിച്ചിട്ടാണ് ഇങ്ങനൊരു വിവാഹത്തിന് സമ്മതിച്ചത്? എന്ത് കാര്യവും മുൻകൂട്ടി ചിന്തിച്ച് ചെയ്യുന്നൊരു പെൺകുട്ടി ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അജയുടെ വിവാഹം നടക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അഞ്ജനയിൽ നിന്നും അജയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം ഭൂമി എന്ന് പറയുന്ന ഭൂമിജ ഇങ്ങനെ ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത്രയും നാളത്തെ പരിചയം കൊണ്ട് തന്നെ ഭൂമിയുടെ മനസ്സിൽ മറ്റെന്തോ കണക്കുകൂട്ടലുകളുണ്ടെന്നും എനിക്ക് മനസ്സിലായി. അതെന്താണെന്ന് എന്നോട് കൂടി പറയാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഒരു ചെറു പുഞ്ചിരിയോടെ തന്നെ ഭൂമി പറയാണ്, സാറിന് ബുദ്ധിയുണ്ട്, സാറ് നല്ല വക്കീൽ തന്നെയാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ? സോറി സർ, പറയട്ടെ എന്നല്ല, ചോദിക്കട്ടെ? ചോദിച്ചോളൂ ഭൂമി. അല്ല, അജയ് സാറിൻ്റെ ലൈഫിൽ കയറിക്കൂടി അദ്ദേഹത്തെ എന്തെങ്കിലും പറഞ്ഞ് മയക്കി പിന്നീട് എനിക്കെന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചെന്ന് സാറ് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ ഒരാളല്ല ഭൂമിയെന്ന് എനിക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ ഒരു സംശയം ചോദിച്ചത്. നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സർ. മറ്റൊന്നും സാറ് ചിന്തിച്ചെടുക്കണ്ട. സാറിൻ്റെ കൂട്ടുകാരൻ്റെ ജീവിതത്തിൽ ഒരു ദോഷവും വരാതെ ഈ ഭൂമി നോക്കിക്കൊള്ളാം. അജയ് സാറിനെ ഞാൻ നേരിട്ട് നാളെ കണ്ടോളാം. ശരി സർ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി തൻ്റെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. തുടർന്നുള്ള ഒരടിപൊളി എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ. ശുഭദിനം കൂട്ടുകാരെ.